അല്ല ഇത് ആരും പത്രോസാ ഇന്നലത്തെ ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് തോന്നണേ. കുത്തിരിക്കി കുത്തിരിക്കി. കള്ളവാറ്റുകാർക്കെതിരെ പോലീസ് നടപടി ശക്തമാക്കുന്നു. അവര് നടപടി എടുക്കട്ടെ കൃഷ്ണേട്ടാ, അവരൊന്നും ഒന്നും ചെയ്യും. ചായ ചായ വിശ്വംശം ശുദ്ധീകരിക്കട്ടോ. ആ അല്ല ആരത് ജോഡിക്കുട്ടിയോ? ആ ബിസിനസ് എങ്ങനെ പോകുന്നു? ആ തരക്കല്ല ചോ, നന്നായിട്ട് പോകുന്നു. അമ്മച്ചി മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? അമ്മച്ചി മരിച്ചിട്ട് ഇപ്പോ 5 കൊല്ലമായി. ആ ജോഡിക്കുട്ടി ഇരിക്കി. ശരി. അപ്പച്ചനിപ്പോ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? അപ്പച്ചൻ ഇപ്പോ മംഗലാപുരത്തങ്ങ് തറവാട്ട് വീട്ടിലാച്ചോ താമസം, അതാ കാണാത്തെ. ഓ അച്ചോ, എനിക്കൊരു സംശയം ചോദിക്കാണ്ട് അച്ചോ. ആ ചോദിക്കും പത്രോസേ. ചായ. അച്ചോ, ഈ മദ്യം വിഷാണോ അച്ചോ? അതെ പത്രോസേ, മദ്യം വിഷമാണ്. അപ്പൊ കീടനാശിനിയോ? അതെ, കീടനാശിനി വിഷമാണ്. കീടനാശിനി മദ്യവും എല്ലാം ഒരുപോലെ വിഷമാണ്. ഇതാണപ്പോ എന്റെ സംശയം. അല്ല കുഞ്ഞാലിക്ക, എന്റെ അടുത്ത് ഇനിയിപ്പോ കള്ള് വാങ്ങാൻ പൈസ ഒന്നുമില്ല. വീട്ടിലാണെങ്കിൽ തെല്ലിനടിക്കാൻ കൊടുക്കുന്ന ഒരുപാട് കീടനാശിനി ഇരിപ്പുണ്ട്. അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കുടിച്ചാ അച്ഛൻ പറഞ്ഞ പോലെ ആണെങ്കിൽ അതും കള്ളല്ലേ? പടച്ച റബ്ബില്ല അലമീന തമ്പുരാനെ, ഇവൻ നന്നാവൂല. കണ്ടില്ലോ ഇവനെ പോലെ മുഴുകുടിയന്മാരായി നാടിന്റെ ശാപം. വെറുക്കപ്പെടുന്ന ജന്മം. സ്വന്തം ഭാര്യ മക്കളെ നീറ്റി പോരാതെ കള്ളും കുടിച്ചെടുക്കാൻ നിനക്കൊന്നും നാണമില്ലല്ലോ. ജോണിക്കുട്ടി, പത്രോസേ, നീ മദ്യപാനം നിർത്തിയിട്ട് കർത്താവിന്റെ പാതയിലേക്ക് വരണം. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എന്തിനാ പത്രോസ് ഓടുന്നത്? ചേട്ടാ, വാച്ച് കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡാ. പോലീസ് വരുന്നുണ്ടോ? ഞാൻ എന്താ എല്ലാരും കൂടെ എന്താ കാര്യം? ആ പുറകിലത്തെ പിറകു വരയിലെ ഇജാരണ്ടിനെ കൂട്ടിട്ടേണെന്ന് നമ്മുടെ പത്രോസ് പറഞ്ഞല്ല. ആരാണത്? അവിടെ ഒന്നുമില്ല. അങ്ങനെ നോക്കണ്ട, അതിനൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ഇജ്ജ് പോവാൻ നോക്കണ്ട. ആ റൂമിൽ ആരാന്ന് നമുക്ക് ഇങ്ങോട്ട് പാടാ. നമുക്ക് തുറപ്പിക്കാൻ നമുക്കുണ്ട്. അത് തുറക്കണം നീ.
ഇജെന്താണ് ഈ കാണിക്കുന്നത്? ആളതിന്റെ ഉള്ളിൽ തുറക്കത്. ആരോ ഇരിപ്പുണ്ടല്ലോ അതിന്റെ അകത്ത്. ഇതെന്താണ് നമ്മൾ ഈ കാണുന്നത്? ഒത്താഴ്ചയിലല്ലേ കിടക്കണ്? ഒത്താഴ്ച അച്ഛനെ വിളിക്കണം. അച്ഛനെ പള്ളിയിലച്ഛൻ വിളിച്ചെടുത്ത. ഇജ് പോയിട്ട് ആ പള്ളിയിലച്ഛനെ വിളിക്ക്. ഓൾക്ക് വയ്യ. വട്ടെടുത്ത് ഇജ് പോയിട്ടില്ല വെള്ളം എടുത്തുണ്ടോന്നെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേഗമുണ്ടോ പറയാ. എന്താണ് ഈ കാണിക്കാൻ പോയാ? വെള്ളം കൂടി പിടിച്ചോടി. ഇതൊക്കെ എന്താണ്? എന്ത് പറ്റി മത്തായിച്ച? എനിക്ക് ആവുന്നിടത്തോളം കാലം ഞാൻ ഇവന് പഠിക്കാനും അവന് ജോലി കൊടുക്കാനും ഞാൻ ശ്രമിച്ചു. ഇപ്പൊ അവൻ എന്നെ എനിക്ക് യാതൊന്നു തന്നെ എന്നിട്ട് ആ ഇരുട്ടുമുറിയിൽ കൊണ്ടിട്ടേക്കാണ്. ഇപ്പൊ പത്രോസുള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. എന്താ ജോണി പഠിച്ചുകൊണ്ട് മാത്രമായില്ല, നല്ലൊരു മനസ്സ് വേണം. അതേടാ, പത്രോസൊക്കെ കള്ളുടിയന്മാരൊക്കെ നാടിന്റെ ശാപ. പക്ഷെ നിന്നെ പോലെ സ്വന്തം പെറ്റമ്മനെ അച്ഛനെ ഒക്കെ ഇരുട്ടുമുറി തള്ളിയിടുന്ന നിന്നെ പോലുള്ളവരാടാ നാടിന്റെ ശാപം, അല്ല ഈ ജന്മത്തിന്റെ ശാപം. പോടാ, പോയി ചാകടാ. ഞാൻ പോവാ. വാ ചേട്ടാ, അച്ഛനെ വേണ്ടാത്തൊരു പത്രോസ് നോക്കിക്കോളാം അച്ഛൻ. വാ.